നമസ്കാരം. ഇന്ന് ബീട്രൂട്ട് കേസരി ഉണ്ടാക്കാം. ഇന്നലെ ബീട്രൂട്ടിൻ്റെ ഹൽവ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ പീരയാണ് ഇതെടുത്ത് വെച്ചത് പ്ലേറ്റിൽ. ഇനി ഒരു ബൗൾ തടിച്ച റവ എടുത്ത് വെച്ച്, റവ എടുത്ത അതേ ബൗളിൽ നിന്ന് 4 ബൗൾ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി മീഡിയം സൈസ് ബൗളിൽ ഒരു ബൗൾ ശർക്കര ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ. അതേ ബൗളിന് ഒരു ബൗൾ നെയ്യ് എടുത്ത് വെച്ച്, ശർക്കരപ്പാനി അടുപ്പത്ത് വെച്ച് തിളച്ച് വന്ന് അത് മാറ്റി കടായി വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കളറ് മാറി വന്ന് ഇനി കോരിയെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇനി റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് 1/4 ഭാഗം ഗോതമ്പ് മാവാണ്, അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെയും അങ്ങനെ തന്നെ ഇളക്കി കൊടുത്ത് ഇനി ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. കുറച്ചായി ശർക്കരപ്പാനി തികച്ചും ഒഴിച്ച് കൊടുക്കാം. റവേൻ്റെ എല്ലാം കളറ് മാറുമ്പോഴേ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാവൂ. ഇനി ബീട്രൂട്ടിൻ്റെ പീരയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്ന് ഇനി ഒരു നുള്ളി ഉപ്പ് ചേർത്ത് 1 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇപ്പോൾ കേസരി റെഡിയായി വരുന്നുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ടും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള നെയ്യും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല മണം വരുന്നുണ്ട് കേസരീൻ്റെ. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ റെഡിയായി. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ചെറിയ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.